നാളെ ഈ സമയത്ത് മോന്റെ പപ്പയും മോന്റെ അങ്കിളും മോന്റെ അങ്കിളിന്റെ ഭാര്യയും നമ്മുടെ ശവം കാണും. കഴിക്കണ്ട പപ്പൊന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ഇതിന് നമ്മൾ ജീവിക്കുന്നുണ്ട്. ചേട്ടാ 3 മാസമായി വാടക കൊടുത്തിട്ട് ഈ ആഴ്ചയിൽ വാടക കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാനെന്ത് ചെയ്യാനോ? കിട്ടാനുള്ള പൈസ കിട്ടും. നിങ്ങൾക്ക് മാത്രം പൈസ കിട്ടത്തില്ല, ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട് ശമ്പളം. നിങ്ങൾ എന്ന് ഈ കമ്പനി തുടങ്ങിയോ അന്ന് തുടങ്ങിയോ നമ്മുടെ കഷ്ടകാലം. നീ പറയണ പോലെയല്ല, പൈസ കിട്ടണ്ടേ? എന്നാലേ നിങ്ങൾ ആ കമ്പനി കൂട്ടിയിട്ട് വേറെ പണിക്ക് പോകും. ഒരു മേസി, കുറച്ചേരി കൂട്ടങ്ങൾ, സ്കൂൾ തുറക്കാൻ തികച്ച് 1 മാസമില്ല. ചേട്ടാ ഒന്നിങ്ങ വന്നേ. എന്താ സാറേ? സിമന്റ് എത്ര വേണം? 2 ദിവസം കൊണ്ട് തീരുവല്ലോ അല്ലേ സാറേ? നമ്മൾ കൊച്ചിക്കാരാണ്, തീർക്കാന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. പിന്നെ വൈകിട്ട് നമുക്കൊന്ന് കൂടണ്ടേ? സാധനം റെഡി ഉണ്ടാ? നോക്കി, നമ്മുടെ ശിഷ്യനൊരെണ്ണം കൊണ്ട് തന്നതാണ്. വരില്ലേ? വെള്ളമൊഴിക്കണേ. കോച്ചിലാണെങ്കിലും വെള്ളമൊഴിക്കോട്ടെ പോത്തെ. അടി സാറേ, സ്കോച്ചാണ്. Cheers. സാറേ, എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേ? സെബാൻ ചേട്ടനെ അറിയോ? രൂപ 1 2 അല്ല, 70 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. എന്ത്? ഈ 70 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന? എന്നിട്ടെന്ത് നേരത്തെ പറയാൻ? ഞാൻ സെബാൻ ചേട്ടാ, 22 സൈറ്റായി നമ്മൾ ചെയ്യും. പൈസ ചോദിച്ച് ഞാൻ മടുത്തു. ഇന്ന് തരാം നാളെ തരാമെന്നുള്ള പറച്ചിലാണ്. എന്ത് ചെയ്യാനാണ് നീ? സാറേ, നമ്മൾ കൊച്ചിക്കാരാണ്. ഒരു വാക്ക് സാർ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായിരുന്നു. സാറ് വിഷമിക്കണ്ട, നമ്മൾ കൊച്ചിക്കാരാണ്. വാങ്ങിച്ചിരിക്കും, പൈസ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. പോരെ? കൊള്ളാം, വാടക കൊടുക്കാൻ ക്യാഷ് ഇല്ല, മദ്യസേവനം നടത്താൻ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കും, ഞാൻ പോവാ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട്. പോകില്ലേ നീ? ഞാൻ ഇനി ആവർത്തിക്കില്ല. ഒന്ന് ഞാനിനി ആവർത്തിക്കില്ല. അതെ, പപ്പനെ ഇഷ്ടം പോലെ പപ്പനെ പോലടാ.
അയ്യോ ഇതാരെ വന്ന കൊണ്ടേ ഹായ് നീട്ടി വാ വയടാ കിച്ചു വാ അറിയോ കോപ്പി ഇവിടെ കോപ്പി കണ്ടില്ലല്ലോ കോപ്പി ലെന അളിയൻ എവിടെ? അളിയനെ കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. വെക്കേഷനല്ലേ രോഹിത്തിനൂടെ കൊണ്ടുവരാറില്ലേ എന്തെങ്കിലും വല്ലതും കഴിക്കാം. വലിയ അല്ല, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തുടങ്ങിയ ഞാൻ വേണ്ടേ? കാണാതായപ്പോ ഞങ്ങൾ തുടങ്ങി. കുറച്ച് ക്ഷമ കാണിക്കടാ. മദ്യമല്ലേ? എന്താ വൈകി? സാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങളാടാ. എന്ത് പറ്റി? സാറിന്റെ ഭാര്യ ഇന്നലെ രാത്രി പിണങ്ങിപ്പോയിന്ന്. അതെങ്ങനെ എടുത്തേ? ഷാജു അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോകും. അതിനു മുമ്പ് നമുക്ക് ഈ പൈസ വാങ്ങിച്ച് സാറിന് കൊടുക്കണം. നിങ്ങൾ തയ്യാറല്ലേ? പിന്നെ പറഞ്ഞാ പോരെ, അവൻ എന്തിനും കൂടെ വെക്കും. വലി ഈ ബിടെക് പാസ്സായ ഒരാളാ എന്തിനാണ് മേസരി പോലീസിലേക്ക് അയക്കണത്? എടാ, എഞ്ചിനീയർ ആയിട്ട് എന്താ കാര്യം? ഇപ്പൊ സാറിന്റെ ഭാര്യ പിണങ്ങി പോയത് കണ്ട. ഒരു പോലീസ് ആണെങ്കിലേ അവരുടെ ജീവിതം സുരക്ഷിതമാണ്. മനസ്സിലായ? മേശ്രി, അപ്പൊ നമ്മൾ നാളെ തന്നെ ഇറങ്ങല്ലേ? നാളെ തന്നെ ഇറങ്ങിയിരിക്കണം. ഇറങ്ങൂലേ? എന്തോ പ്രശ്നമുണ്ടടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് കാര്യം പറഞ്ഞാ പോരെ. കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലല്ലേ എടുക്കേണ്ടത്. നാണോ മാനോ ഇല്ലാത്ത ഭർത്തം. അതെങ്ങനെ നിങ്ങളുടെ അല്ലേ ഞാൻ എത്തി. അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഭർത്താവ് എന്നുള്ള പേര് മാത്രമേ എനിക്കുള്ളൂ. നാളെ ഈ സമയത്ത് മോന്റെ പപ്പയും മോന്റെ അങ്കിളുടെ ഭാര്യയും നമ്മുടെ ശവം കാണും. അമ്മ വേണ്ട മമ്മ, നമുക്ക് വീട്ടിലോട്ട് പോകാം, മരിക്കണ്ട. പപ്പൊന്നും നമ്മൾ മരിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നുണ്ട്? മമ്മ, ഇനി പപ്പ മരിച്ചിട്ടുണ്ടാവും. ഇറങ്ങിപ്പോയതിന്റെ പേര് ടീച്ചറിനെ മനസ്സിലായില്ലേ? ടീച്ചറിന്റെ ക്ലാസ്സിൽ പഠിക്കണ മായയുടെ പത്നിയാണ്. ടീച്ചറെ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ പോയതാണെന്ന്. ടീച്ചർ ഉടക്കി പോകുന്നതാണല്ലേ? ടീച്ചർ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. ടീച്ചറെ, സാറിനൊന്നും പറ്റിയിട്ടില്ല. പറ്റിയത് വേറെ ആൾക്കാർക്കാണ്. അത് ഞാൻ പറയാം.
ആരാണ് എന്റെ വീട്ടിൽ വന്നത്? ഇറങ്ങി വാടാ. ഇതാര്? ചിന്നാട മുതലാളി. ഞങ്ങളാണ് വീട്ടിലേക്ക് വന്നത്. മുതലാളി അവിടെ നിൽക്ക്, ഞങ്ങൾ താഴേക്ക് വരാം. വാട മക്കളെ. മുതലാളിക്ക് കാര്യം മനസ്സിലായില്ല. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഇടപാടും കാണും. നീ ആരാടാ? മുതലാളിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സെബാൻ മേസ്ത്രി. അറിയാടാ പുല്ലേ. എന്ത് ധൈര്യത്തിലാടാ എൻ്റെ വീട്ടിലേക്ക് വന്നത്? കിട്ടാനുള്ള പൈസ വാങ്ങിക്കാൻ. അത് വാങ്ങിക്കാനുള്ള ചങ്കൂറ്റം നിനക്കൊണ്ടോടാ? മുതലാളി ഈ ഇറച്ചിക്കടയായിട്ട് വന്നാൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ച. ഇത് പൊണ്ണത്തടിയല്ല കേട്ടാ. കേറി അടിച്ച് നിരത്തട പിള്ളേരെ. നിക്കട പിള്ളേരെ, നിങ്ങൾ കളി കണ്ടിരുന്നാൽ മതി. ഷാജു, ഇറങ്ങി വാടാ. ഇടത് മാറി വലത് വെട്ടി ഊതിര കിടക്കും ഞെരിഞ്ഞമർന്ന് ചാടി അവന്റെ നെഞ്ചെടുത്ത് ചവിട്ടടാ. മുതലാളി പോയില്ലേ? ഓടിക്കോ. ഞങ്ങൾ ഇനി ഉപദ്രവിക്കരുത്, ഞങ്ങൾ പാവങ്ങളാണ്. പൊന്നു മുതലാളി, ഈ പ്രശ്നം കോംപ്രമൈസ് ആക്ക്. ഇനി കൊള്ളാൻ പയ്യ. ഇടും മുതലാളി, 50ഓളം പേരെ നിന്നടിക്കുന്ന ആശാന ശിഷ്യനാണ്. പിന്നല്ല താൻ. അന്ന് തുടങ്ങിയ ഫാൻസാണ് ഞങ്ങള്. അന്തൊന്നും ഇല്ലാണ്ടാണ് ഇടിപടിക്കാൻ വന്നേക്കണത്. ഞങ്ങളുടെ സെബാമേശ്വരി തച്ചോളിച്ച് ഏകവരാണ്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ മുതലാളി. എടോ തേങ്ങ വെട്ടു മുതലാളി, താൻ ഇവിടത്തെ ജനങ്ങളെ പേടിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, തന്നെ വെട്ടിനുറുക്കി ഉണക്കി തന്റെ ബാറിന്റെ മുന്നിൽ കൊണ്ടുപോയി ഞാൻ കെട്ടിത്തൂക്കും. പൈസ എപ്പോ തരും? പൈസ എപ്പോ തരും? ഒരാഴ്ച കഴിഞ്ഞ്. പോരാ, നാളെ തരാം. പറ്റല്ല, ഇന്ന് ഇപ്പൊ കിട്ടണം. നോക്കട്ടെ. ഈ ഓട്ടോക്കാരൻ നാട് മുഴുവൻ പാട്ടാക്കി. എത്ര പൈസ കിട്ടാനുണ്ട്? അവിടെ നിന്ന് മുഴുവനും തുക എല്ലാവരും 2 ദിവസത്തിനകം കൊണ്ടു കൊടുത്ത്. ഇപ്പോൾ ആ എഞ്ചിനീയറും മേസ്ത്രിയും പണിക്കാരും നല്ല ഹാപ്പിയാണ്. സാറേ, ഇതൊക്കെ ഞങ്ങൾക്കൊരു കീഴ് കേസ്. സാറിന് ഞങ്ങളെ കുറിച്ച് അറിയാനിട്ടുണ്ട്. അവിടെ ഇരിക്കും മേശ്രീ. എങ്ങോട്ടാ ഈ ഓടുന്നത്? ടീച്ചർ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു?
സാറ് പറഞ്ഞു ആ ഇടി നിന്റെ മക്കളെ ഞാൻ കൊണ്ടുവരാനിരിക്കുന്നു. നമുക്ക് കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടി, കടങ്ങളെല്ലാം തീർത്തു. എല്ലാം ഈ മേസരി കാരണമാണ്. മക്കൾക്കാരും വന്നിട്ടായിരുന്നു, മക്കള് നിർബന്ധിച്ചിട്ടായിരുന്നു. മമ്മ ഞങ്ങളെയും കൊണ്ട് മരിക്കാൻ പോയി പപ്പ. എന്താണ് നീ കാണിച്ച്? ഇനി എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി. ഒക്കെ ശരിയാവും, ഒക്കെ ശരിയായി. നമ്മുടെ കടങ്ങളെല്ലാം തീർന്നു. നമ്മളിനി സന്തോഷത്തോടു കൂടി ജീവിക്കും. ഇവിടെ തന്നെ ഇരുന്ന് വെള്ളം അടിക്കണം. നിങ്ങളായിരുന്നു ഞങ്ങളുടെ സ്വന്തക്കാര്. എന്റെ മോളെ, ഞങ്ങളങ്ങനെ സ്ഥിരം വെള്ളടിക്കാനൊന്നല്ല, ഇന്നത്തിന് സന്തോഷം തോന്നും, അതുകൊണ്ട് വെള്ളടിക്കുന്നു മാത്രം. നിങ്ങളുടെ കൂടെ ഒരു മുട്ടത്തലയിൽ ഉണ്ടായിരുന്നല്ലോ, അയാൾക്ക് എവിടാ? ഓ ഷാജു, അവൻ ട്രെയിനിങ്ങിന് പോയിരിക്കാ, വരും, ഉടനെ വരും. ഈ മേസരി ആരാണെന്നറിയാമോ? പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ ഷാജു SI. ഇതൊന്നും ചേരിക്കൂട്ടങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടാണല്ലോ സാറിനോട്, ഫ്രണ്ട്സിനെയും ആശാനെയും കാണാൻ വേണ്ടി ഞാൻ ഇവിടെ പള്ളിപ്പെരുന്നാളല്ലേ. ദ്രോഹം ചെയ്യുന്നവൻ ദ്രോഹി, കുറ്റം ചെയ്യുന്നവൻ കുറ്റക്കാരൻ, പാവം ചെയ്യുന്നവൻ പാവി, ദുഷ്ടത്തരം കാണിക്കുന്നവൻ ദുഷ്ടൻ, പുണ്യം ചെയ്യുന്നവൻ പുണ്യാളൻ. ഒരു പയ്യനെ എടുത്തു വളർത്തി എല്ലാ അഭ്യാസങ്ങളും പഠിപ്പിച്ച് അവസാനം അവനൊരു ജോലിയും വാങ്ങിക്കൊടുത്ത് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു കുടുംബത്തെ കരകയറ്റി. ശരിക്കും ഇദ്ദേഹം തന്നെയല്ലേ പുണ്യാളൻ?